പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും കണ്ടതാണ് മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച വീഡിയോ. ഈ അപകടം നമുക്കൊരു പാഠമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രകൃതി ആസ്വദിക്കാൻ അല്ലെങ്കിൽ കാഴ്ച കാണാനൊക്കെ ആയിരിക്കും നമ്മൾ വിനോദയാത്രയ്ക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കും, കൗതുകരമായ കാഴ്ചകൾ വീഡിയോ ആയിട്ടെടുക്കും. ഇതെല്ലാം നല്ലതാണ്. എന്നാൽ നാം ഒരിക്കലും മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഈ അപകടം നടക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കുറച്ച് വെള്ളമായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അവിടെ നിന്ന് ആ കാഴ്ച സെൽഫി ആയിട്ട് എടുക്കാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ തൊട്ട് പിറകെ വന്ന വെള്ളപ്പാച്ചിലിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ അതിലൊഴുകിപ്പോയി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേട്ട് പരിചയമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. നമുക്ക് ഒരു അനുഭവ പരിചയമില്ല ആ സ്ഥലം, അല്ലേ? കണ്ണിന് കൗതുകം തോന്നിയ എല്ലാ കാഴ്ചകളും തൊട്ടറിയണം എന്ന് നമുക്കപ്പോൾ വാശി പിടിക്കാൻ പാടില്ല. നമുക്കറിയാത്ത സ്ഥലമാണ്, കേൾവി മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തെപ്പറ്റി. സാഹസികത നിറഞ്ഞ ഒന്നിലും പോയി ജീവിതം നമ്മൾ നശിപ്പിക്കരുത്. വലിയ വലിയ സാഹസങ്ങൾ നടത്തി ആളാവാനും അതുപോലെ വീഡിയോകൾക്ക് റീച്ച് കൂട്ടാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു അപകടം ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇത് മഴക്കാലമാണ്. വെള്ളച്ചാട്ടം കാണുമ്പോൾ ഇറങ്ങണമെന്നൊക്കെ നമുക്ക് തോന്നും. കഴിയുന്നതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. കുത്തൊഴുക്കിൽപ്പെട്ടാൽ നീന്തൽ അറിയുന്ന ഒരാളാണെങ്കിൽ പോലും രക്ഷപ്പെട്ടെന്ന് വരില്ല. അപ്പം നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മതിയായ സുരക്ഷയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി വേണം ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനായിട്ട്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ടൂറ് പോകുമ്പോൾ അല്പം ചിന്തിക്കാനും വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്നും ദുർഘടം പിടിച്ച വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കാനും നമ്മളെ വഴി കാണിക്കാനായിട്ട് അതിന് കഴിവുള്ള ഒരാളെയും കൂടെ നമ്മൾ ഒപ്പം കൂട്ടണം. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഈ ദുരന്തം മറ്റുള്ളവർക്കെങ്കിലും ഒരു പാഠമായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.